അപ്പോൾ ബാംഗ്ലൂർ വന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂം ചെക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇത് മലയാളീസിൻ്റെ ഹോട്ടലായിരുന്നു, എംബാർക്കിൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഒരു പാർട്ട്ണറുടെ വൈഫ് നമ്മളുടെ സബ്സ്ക്രൈബറാണ്. താഴെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ പോയപ്പോൾ ഞാൻ ആ ചേച്ചീനെ കണ്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി നമ്മളെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഏത് നാട്ടിൽ ചെല്ലുമ്പോഴും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കുറേ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കാണുമ്പോഴൊക്കെ നമ്മളെ പരിചയത്തിൽ വന്ന് സംസാരിച്ചു. പിന്നെ കുറേ പേര് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ട് വന്ന് കാണുകയും കോണ്ടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇനി ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല. അപ്പോൾ എന്താണ് ബാംഗ്ലൂർ പോയിട്ട് പറഞ്ഞതെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. നമ്മളിപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും ഇതുവരെ ചെയ്തതിനേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് മോനെ ചെയ്യാനായിട്ട് പറ്റുമോ, ചെയ്താൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ അവരെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവൻ്റെ കണ്ടീഷൻ എന്താണ്, അവൻ്റെ ബ്രെയിനിൽ ഇപ്പോൾ അന്ന് ആ വന്ന സ്ക്രാച്ചിൻ്റെ കണ്ടീഷൻ എന്താണ്, അന്ന് ഒരു ബ്രെയിനിൽ ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു ചെറിയ സ്ക്രാച്ച് പോലെ ബ്രെയിനിൽ കിടക്കുകയാണ്. നമ്മുടെ ബ്രെയിനിൽ ഒരു ചെറിയൊരു സ്ക്രാച്ച് കിടന്നാൽ പോലും നമ്മളുടെ എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ സ്ക്രാച്ച് പോലെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ അവസ്ഥകളും അവർക്ക് അറിയണം. എന്നാൽ MRI ഒക്കെ എടുത്ത് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമാണ് ഇപ്പോഴത്തെ അവൻ്റെ കണ്ടീഷൻ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി ഒരു 6 ദിവസം നമ്മളോട് അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്തായാലും പറ്റില്ല, നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പോട് കൂടി ഒന്നല്ല പോയിട്ടുള്ളത്. ഇനിയിപ്പോൾ തീരുമാനിച്ചിട്ട് എന്നത്തേക്കാണ് വരാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ തീരുമാനിച്ചിട്ട് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 മനസ്സിലാണ് നിൽക്കുന്നത്. കാരണം നമ്മളിവിടെ ഇപ്പോൾ തൃശ്ശൂർ ഒന്നും അഡ്മിറ്റ് ആവുന്നത് പോലെയല്ലല്ലോ. എനിക്കും ചേട്ടനാണ് അവിടേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ചിലപ്പോൾ ചേട്ടനെ കുറച്ച് സമയമൊക്കെ പുറത്താക്കുമെന്നും പറയുന്നുണ്ട്. റൂമിൽ നിന്നാണ് അവർ പറയുന്നത് എങ്കിൽ പോലും ഇപ്പോൾ അമൃതയിലൊക്കെ നമുക്ക് റൂമെന്ന് പറയുന്നത് 5, 4, 6 ബെഡൊക്കെ ഒരുമിച്ചിട്ടിട്ട് കർട്ടൻ തിരിച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുപോലെയാണോ എനിക്ക് കണ്ണൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് എപ്പോഴും ഒരാൾ വേണം. നമ്മൾക്കൊന്ന് ടോയ്ലറ്റിലേക്ക് പോലും നീങ്ങാൻ പറ്റില്ല, ആൾക്ക് പേടിക്കോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെഡുകാരോടാണെങ്കിലും ജസ്റ്റ് ഒന്ന് പറയുമോ ഒന്ന് നോക്കുന്നതൊക്കെ. ഇത് ഭാഷയും കാര്യങ്ങളൊക്കെ അറിയാണ്ട് ഞാൻ നട്ടം തിരിയുമെന്നൊരു പേടി എനിക്കുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അവനെന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മിസ്സാക്കി കളയാൻ പാടില്ല. നമ്മളുടെ ഒരു ബുദ്ധിമുട്ടൊന്നും വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു സ്കോപ്പ് അഥവാ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് മിസ്സാക്കി കളയാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അഡ്മിഷൻ ആവാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത ദിവസങ്ങളായിട്ട് ഞങ്ങൾ ആദ്യം തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകും.